ഹലോ എവറിവൺ, വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. മിഷൻ ഒളിമ്പ്യാഡിന്റെ ഭാഗമായി നമ്മൾ ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾക്കൊക്കെ, പ്രത്യേകിച്ച് ഒളിമ്പ്യാഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിലെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മിഷനാണ് ഈ പറഞ്ഞ മിഷൻ ഒളിമ്പ്യാഡ് എന്നുള്ളത്. അപ്പോൾ അതിലെ ഒരുപാട് വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. കെമിസ്ട്രിയിലെ ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒക്കെ ചാപ്റ്ററിലുള്ള മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ പ്രോബ്ലം കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് എന്താ ചെയ്യുക, അതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഡോണ്ട് വറി, പ്രശ്നമില്ല. നമുക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നേരെ ഞാൻ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. Here the problem. 4 experimental setups are shown in the given figure. 4 figures ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാറ്റിലും നമുക്ക് കാണാൻ പറ്റും ഒരു മെറ്റൽ റോഡ് ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കോപ്പർ മെറ്റൽ മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. Fe നമുക്കറിയാം അയേൺ ആണ്, അത് അലുമിനിയം സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. സിങ്ക് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. കാൽഷ്യം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ വിച്ച് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഡസ് നോട്ട് റിയാക്ഷൻ ടേക്ക് പ്ലേസ്? ഇതിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കാത്ത എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഏതാണ്? ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു മെറ്റലും ഒരു മെറ്റലിന്റെ സൊല്യൂഷനും തമ്മിലാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. എപ്പോഴും ഒരു മെറ്റലും ഒരു മെറ്റൽ സൊല്യൂഷനും തമ്മിൽ റിയാക്ട് ചെയ്യാൻ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മെറ്റൽ എന്ന് പറയുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഇവിടെ റോഡായിട്ട് എടുത്തിരിക്കുന്ന ആൾക്ക് റിയാക്ടിവിറ്റി കൂടുതൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ ഒരു റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റൽ സൊല്യൂഷനുമായിട്ടേ എന്ത് ചെയ്യുള്ളൂ, കെമിക്കൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ നോക്കിക്കേ, കോപ്പർ ഉണ്ട്, മഗ്നീഷ്യം സൾഫേറ്റ് ആണ് അവിടുത്തെ സൊല്യൂഷൻ. കോപ്പറിന് റിയാക്ടിവിറ്റി കൂടുതൽ ഉണ്ടെങ്കിൽ മഗ്നീഷ്യത്തിന് കുറവുമാണെങ്കിലാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുള്ളൂ. ദിസ് ഈസ് എ കണ്ടീഷൻ. തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യൂല, റിയാക്ഷൻ നടക്കൂല. നോക്കിക്കേ, പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്, മഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പർ റിയാക്ടിവിറ്റി കൂടിയ മഗ്നീഷ്യത്തിനെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടത്താൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള എബിലിറ്റി അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കൂല. എന്നാൽ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും മക്കളെ. അതെങ്ങനെയാണെന്നറിയോ? സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ്, എഫിക്ക് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് Fe ഡിസ്പ്ലേസ് ചെയ്യും. നമുക്ക് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടല് Fe ഇവിടെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് സൾഫേറ്റ് പ്രോഡക്റ്റ് കിട്ടും. പ്ലസ് Fe ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ആ Fe എക്സ്ട്രാ ആയിട്ട് അവിടെയും കിട്ടും. അപ്പൊ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, എപ്പോഴും ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസിനൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെറ്റലുകളെ അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത ഒരു ടേബിളാണ് റിയാക്ടിവിറ്റി സീരീസ്. ഒരു 8-10 മെറ്റൽസിൻ്റെ പേര് നമ്മൾ പറയും. അത് പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്. ആ ഷോർട്ട് ട്രിക്ക് ഇതാണ്, പോസോകാമ അസിഅനിഡിലെ ഹൈക്കോമെസിഗോ. എന്താ പഠിക്കേണ്ടത്? പോസോകാമ അസിഅനിഡിലെ ഹൈക്കോമെസിഗോ. നോക്കിക്കോടാ, പോസോകാമ, പോ എന്ന് പറഞ്ഞാൽ ആരാ? പൊട്ടാഷ്യം. ഓക്കെ, കെ ആണ് പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം. അതാണ് പോസോകാമ. പൊട്ടാഷ്യത്തിനാണ് റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ. ദെൻ അസിഅനിഡിലെ ഫസ്റ്റത്തെ ആരാറ് മക്കളെ? അലുമിനിയം ആണ്. സിങ്ക് ആണ്. വീണ്ടും വരുന്നുണ്ട്, അത് അയേൺ ആണ്. നിക്കലാണ്. ദെൻ ടി ആരാ? ടിന്നാണ്. Sn. ലെ നമുക്കറിയാം Pb, ലെഡ്. ഓക്കെ, അസിഅനിഡിലെ. ഓക്കെ, ദെൻ ഹൈ ആരാടാ? ഹൈഡ്രജൻ. കോപ്പർ. മെസ്സിഗോ, എടാ മെസ്സിഗോ അടിച്ചു എന്ന് ആലോചിച്ചാൽ മതി. മേ ആരാണ്? മെർക്കുറി. സിൽവർ. ഗോൾഡ്. ഓക്കെ, അപ്പൊ ഹൈക്കോ മെസ്സിഗോ. പോസോകാമ അസിഅനിഡിലെ
ഹൈക്കോ മെസ്സിക്കോ. റിയാക്ടിവിറ്റി കുറഞ്ഞ ഓർഡർ ഇതാണ്. അപ്പൊ മുകളിലുള്ളവർക്കൊക്കെ റിയാക്ടിവിറ്റി കൂടുതലാണ്, താഴേക്ക് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറയും. എങ്കിൽ പറ മക്കളെ, ഈ പറഞ്ഞ കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ഷൻ നടക്കുമോ? നോക്കിക്കേ, അയേൺ ആണ് ഞാനിവിടെ എടുത്തുള്ളത്. അയേണിന്റെ പൊസിഷൻ നോക്കിക്കേ, ദാ ഇവിടെയാണ് കിടക്കുന്നത് അയേൺ അല്ലെ. അലുമിനിയം ആണ്. അലുമിനിയം നമുക്കറിയാം റിയാക്ടിവിറ്റി കൂടുതലാണ്. അയേണിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് ആർക്ക്? അലുമിനിയത്തിന്. അയേണിന് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പൊ റിയാക്ടിവിറ്റി കുറഞ്ഞ അയേൺ റിയാക്ടിവിറ്റി കൂടിയ അലുമിനിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല, തിരിച്ചാണെങ്കിലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെയും കെമിക്കൽ റിയാക്ഷൻ നടക്കൂല. നോക്കിക്കേ, കാൽഷ്യം ഉണ്ട്, സിൽവർ ഉണ്ട്. ഇതാ കാൽഷ്യം നല്ല റിയാക്ടിവിറ്റി ഉള്ള മെറ്റലാണ്, സിൽവർ നമുക്കറിയാം വളരെ കുറവാണ്. അപ്പൊ കാൽഷ്യം റിയാക്ടിവിറ്റി കൂടുതലാണ്, എന്നാൽ സിൽവറിന് റിയാക്ടിവിറ്റി എന്താണ്? കുറവാണ്. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ കാൽഷ്യം റിയാക്ടിവിറ്റി കുറഞ്ഞ സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ആരായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാവുക? കാൽഷ്യം നൈട്രേറ്റ് ആയിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാവുക. കാരണം എന്തേ? സിൽവറിന് പകരം കാൽഷ്യം കയറി പ്ലസ് Ag. സിൽവർ പാവം അവിടെ ഒറ്റക്കായി. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ തേർഡിലും ഫോർത്തിലുമാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക. ഫസ്റ്റിലും സെക്കൻഡിലും ഇതേവില്ല, കെമിക്കൽ റിയാക്ഷൻ നടക്കൂല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? എടുക്കുന്ന ആ മെറ്റലിന് റിയാക്ടിവിറ്റി കൂടുതലാവണം, ആ സൊല്യൂഷനിലുള്ള മെറ്റലിന് റിയാക്ടിവിറ്റി കുറവുമാകണം. ഇപ്പുറത്ത് എന്താവണം? മെറ്റലിന് റിയാക്ടിവിറ്റി കൂടുതലാവണം. റെഡി? ഓക്കെ, എങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഗിവൺ പാസേജ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെറ്റൽസ് ഹാവ് ഹൈ ഡെൻസിറ്റീസ്. മെറ്റലിന് പൊതുവെ നമുക്കറിയാം ഡെൻസിറ്റി എന്താണ്? വളരെ കൂടുതലാണ്. എക്സെപ്റ്റ് ആരൊക്കെയോ എക്സെപ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഡെൻസിറ്റി കുറവുള്ള മെറ്റൽസ്? അപ്പൊ നമുക്ക് നോക്കി തന്നെ കാണാൻ പറ്റും എന്താണ് അല്ലെ, ഈ പറഞ്ഞ സോഡിയം ആൻഡ് പൊട്ടാഷ്യം. സോഡിയത്തിനും പൊട്ടാഷ്യത്തിനും ഈ പറഞ്ഞ എന്താണ് വളരെ ലോ ആയിട്ടുള്ള ഡെൻസിറ്റി ആണുള്ളത്. വിച്ച് ക്യാൻ ഈവൻ ഫ്ലോട്ട് ഓൺ വാട്ടർ. നമുക്കറിയാം വാട്ടറിൽ അത് ഫ്ലോട്ട് ചെയ്യും അല്ലെ. സോഡിയം വെള്ളത്തിലിട്ടാൽ അല്ലെ അതിലേക്ക് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മെറ്റൽസ് ആർ മലിയബിൾ ആണ് ആൻഡ് ഡക്റ്റൈൽ ആണ്. നമുക്കറിയാം ഡാഷ് ആർ ദ മോസ്റ്റ് മലിയബിൾ ആൻഡ് ഡക്റ്റൈൽ മെറ്റൽസ്. മലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ഏറ്റവും കൂടുതൽ ആരാണ് അല്ലെ? സിൽവർ ആൻഡ് അതേപോലെ ഗോൾഡ്. AU ആണ് ഗോൾഡ്, Ag നമുക്കറിയാം സിൽവർ ആണ്. അപ്പൊ അവിടെയും ആൻസർ കിട്ടി. അപ്പൊ C ആയിരിക്കും ആൻസർ എന്നുള്ളത് ഏകദേശം തീരുമാനമായി. ഇനി ഓൾ മെറ്റൽസ് കണ്ടക്ടർ ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. മെറ്റൽസ് പൊതുവെ നമുക്കറിയാം ഇലക്ട്രിക് കണ്ടക്ടർ ആണ്, അതേപോലെ തന്നെ ഹീറ്റ് കണ്ടക്ടർ ആണ്. ഡാഷ് ഈസ് ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ. ആരാണ് ഏറ്റവും നല്ല ഇലക്ട്രിക് കണ്ടക്ടർ? സിൽവർ ആണ് കേട്ടോ മക്കളെ ഏറ്റവും നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഉള്ളത്. കോപ്പർ നമ്മൾ വീട്ടിൽ വയറും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ അലുമിനിയം ആണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഇലക്ട്രിക് കണ്ടക്ടർ ആണ്. പക്ഷെ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആരാണ്? Ag ആണ്, സിൽവർ ആണ്. വൈൽ ഡാഷ് ഈസ് എ പുവർ കണ്ടക്ടർ. അപ്പൊ അതിൽ പുവർ കണ്ടക്ടിവിറ്റി ഏറ്റവും കുറവുള്ള ഒരാൾ ആരാണ്? ഈ പറഞ്ഞ Hg ആണ്. Hg ആരാടാ? നമ്മുടെ മെർക്കുറി ആണ് അല്ലെ. സോ ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ? C ആയിരിക്കും ആൻസർ വരിക എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അതിന്റെ എക്സാമ്പിളുകളും നമ്മൾ കൃത്യമായി അറിയണം. എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ഹാസ് ദ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്? ഏത് മെറ്റലിനാണ് ഇതിൽ ഏറ്റവും കുറവ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് എന്ന് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? സെർച്ച് ചെയ്ത് കണ്ടെത്തി ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനൽ വരും. സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.